ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധകരമാണ്. അത് അവരത് കാര്യത്തിനകത്ത് തിരുത്തലുണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പൊതുവായ സ്ഥിതിയും കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബഡ്ജറ്റ് പൊതുവിലുള്ള ഒരു സമീപനം നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോട് അവരെടുക്കേണ്ട സമീപനം കുറേയേറെ കാര്യങ്ങളിൽ വിശദമായ കണക്കുകളുണ്ട്. കേരളത്തെപ്പറ്റി ഏത് റിപ്പോർട്ട് പറയുമ്പോഴും നല്ല കാര്യങ്ങളല്ലാതെ പറയാൻ പറ്റുന്നില്ല. ഇന്നലെ എക്കണോമിക് സർവേ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചും ഭൂവിനിയോഗത്തെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം ഇന്നലത്തെ എക്കണോമിക് സർവേ കേരളത്തിന് അനുകൂലമാണ്. നമുക്ക് എല്ലാ അഭിമാനമുള്ള കാര്യമാണ്. അതൊരു പൊളിറ്റിക്കലായിട്ട് ഞങ്ങളുടെ മാത്രം ഗവൺമെന്റിന്റെ ഒന്നും അല്ല, എല്ലാവരുടെയും കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പൊതുവിലുള്ള നമ്മുടെ കണക്കുകൾ വളർച്ച സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകെ രാജ്യത്താകെ ഉണ്ടായ സാമ്പത്തിക വളർച്ചയെപ്പറ്റി നോക്കുമ്പോൾ ആ സാമ്പത്തിക വളർച്ചയുടെ ശതമാനത്തെക്കാളും അധികം തന്നെയാണ് കേരളത്തിലുണ്ടായിട്ടുള്ള വളർച്ച എന്ന് കാണാം. ഞാൻ ഓരോന്നും എന്റെ ടേബിളുണ്ട്, അവർ പ്രസിദ്ധീകരിച്ച ടേബിൾ തന്നെയാണ്. നമുക്ക് ടേബിൾ 2 സെക്ടറൽ ഗ്രോത്ത് റേറ്റ്സ് അറ്റ് കറന്റ് പ്രൈസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള നമ്മൾ ഒരു കമ്പാരിസൺ എടുത്താൽ അതിനകത്ത് ഇന്ത്യയിൽ പല മേഖലയിലും സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് വിചാരിച്ചത്ര മുന്നോട്ട് വരുന്നില്ല, ഒരു നിശ്ചലാവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിനകത്ത് അതിനേക്കാളും മോശമായിട്ടില്ല, അല്പം മെച്ചമാണ് പെർസെന്റേജ് എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ഒരു അവസ്ഥ കിടക്കുന്നത്. അത് ഓരോ സെക്ടർ അനുസരിച്ച് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, വ്യവസായം, സർവീസസ്, അങ്ങനെ ഗ്രോസ് വാല്യൂ ആഡഡ് ആയിട്ട് നോക്കുമ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ പൊതു ശരാശരി 8.5% എന്നൊക്കെ 14 നിന്ന് 8.5% ഗ്രോത്ത് താന്നപ്പോൾ നമ്മൾ അവിടെ 12% നിൽക്കുന്നു. ഇങ്ങനെ കണക്കുകളുണ്ട്, ഞാൻ അതിന്റെ കണക്കുകൾ എടുത്തിട്ട് സങ്കീർണമാക്കുന്നില്ല. അപ്പൊ നമ്മള് നീതി ആയോഗിന്റെ കണക്കനുസരിച്ച്, എക്കണോമിക് സർവേയുടെ കണക്കനുസരിച്ച് പൊതു കാര്യങ്ങളിലെല്ലാം നമുക്ക് അത്തരം കാര്യങ്ങളിലുള്ള കാര്യം അനുകൂലമായ കാര്യമുണ്ട്. അതനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ളത്. പിന്നെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിനകത്ത് പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ഇപ്രാവശ്യം വന്നേക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിന്റെ പദ്ധതിയിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പദ്ധതി നമ്മൾ മുൻപേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ടിങ്കറിംഗ് ലാബ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങളും ഞാനും കേട്ടതാണ്. ടിങ്കറിംഗ് ലാബ് അല്ല പരമാവധി 2000 സ്കൂളിലോ മറ്റോ ടിങ്കറിംഗ് ലാബ് നടപ്പിലാക്കുന്നു. കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ്. കേരളത്തിൽ ഈ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടുതൽ സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരാൻ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. നമ്മുടെ സ്കൂളിൽ, നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല പ്രൈമറി സ്കൂളുകളിലടക്കം വന്നു കഴിഞ്ഞു. നമ്മുടെ ഒരു അഭിമാനമാണ്, കേരളത്തിന്റെ ഒരു സ്ഥിതിയാണ്. പക്ഷെ ഇനി എന്താ സംഭവിക്കുന്നത്? ഇതിന് പണം അനുവദിക്കും, കേരളത്തിന് പണം വേണ്ട. ഇതിനവർ 10, 10,000, 5,000 കോടി അനുവദിക്കും. കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് 10, 500 കോടി കിട്ടണമെങ്കിൽ, 250 കോടി കിട്ടണമെങ്കിൽ കേരളം ഇതിന് എലിജിബിൾ അല്ല. കാരണം കേരളം ഈസ് ഓൾറെഡി ഹാവിംഗ് ദാറ്റ് ഫെസിലിറ്റി, സോ വി ആർ നോട്ട് പേയിങ്. അപ്പൊ കേരളം കൊണ്ടുവരുന്ന ഇത്തരം ഡെവലപ്മെന്റ്, ആദ്യം കൊണ്ടുവന്ന ഡെവലപ്മെന്റ്, അതാണ് നമ്മളെപ്പോഴും പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് അല്ല, ഇപ്പൊ തേർഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കുള്ള ഇഷ്യൂസ് ആണ്. അതിനെ അഡ്രസ് ചെയ്യാനുള്ള കാര്യം വരുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ നടപ്പിലാക്കിയ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ നടപ്പിലാക്കിയിരുന്നു. അതിനകത്ത് 2 കോടി വരെയുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകൾ, മറ്റ് അപ്രന്റീസ്ഷിപ്പ് കുറഞ്ഞ കുറെ കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിരുന്നു. അപ്പൊ ഇപ്പോഴും ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു വലിയ ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേരളത്തിന് ഇപ്പം നമുക്ക് തരാത്ത പണത്തിന്റെ മാത്രമല്ല, നമ്മുടെ ടിങ്കറിംഗ് ലാബും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം കാണണം. കാരണം അത് നമ്മൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കത് ഡിനൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു 72,000 കോടി തരേണ്ടടുത്ത് 32,000 കോടിയെ തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്നത് ഈ തരത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്. അടുത്തത് ഈ ബഡ്ജറ്റിന്റെ പൊതു സ്വഭാവത്തിൽ നോക്കുമ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ചില മേഖലകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വർധനയെ സംബന്ധിച്ച് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ആ വർധന, ബഡ്ജറ്റിന്റെ പൊതുവർധന നോക്കുമ്പോൾ പൊതുവിൽ കുറെ വർധനയുണ്ട്. ആ വർധനയിൽ പല മേഖലകളിലും പണം വെച്ചിരിക്കുന്ന കുറയാണ്. ഒരു 3.5 ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ട് ബഡ്ജറ്റിൽ. 3.5 ലക്ഷം കോടി രൂപയുടെ, ഏകദേശം 50 ലക്ഷം കോടിയിലധികം രൂപയാണ് ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റ്. പക്ഷെ അതിനകത്ത് ഈ കാർഷിക മേഖലയിൽ കൊടുക്കേണ്ട പണം, അതിനകത്ത് വളത്തിന്റെ സബ്സിഡി 3,400 കോടി കുറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ 3,000 കോടി വർധനയുടെ അടക്കം വർധന വരേണ്ടതാണ്. കാർഷിക മേഖലയാണ് ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചൻ എന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസംഗത്തിലെ ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചൻ.
ഓഫ് ഡെവലപ്മെന്റ് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ നിലവിൽ കൊടുക്കുന്ന ബജറ്റ് വിഹിതത്തിൽ തന്നെ കാർഷിക സബ്സിഡി 3400 കോടി കുറഞ്ഞു. അത് ഫ്യൂവൽ സബ്സിഡി കുറഞ്ഞിട്ടുണ്ട്, ഫുഡ് സബ്സിഡി കുറഞ്ഞിട്ടുണ്ട്, വളത്തിനുള്ള ഫെർട്ടിലൈസർ സബ്സിഡി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിയം സബ്സിഡി 2600 കോടി കുറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവിക്കാൻ സഹായം നൽകുന്ന ഒന്നാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം തൊട്ടു മുമ്പത്തെ വർഷമുള്ളതിനേക്കാളും 3000-ലധികം കോടി രൂപ കുറച്ചായിരുന്നു, 86,000 കോടിയാക്കി. ഈ വർഷം അതിനൊരു വർധനയും വരുത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികളിൽ കൂടിയാണ് കിട്ടുക. കാർഷിക മേഖലയിലൊക്കെയുള്ള പ്രതിസന്ധി കൂടിയുണ്ട്, അതിന് പണം കൂട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പം 3 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും 3000 കോടി രൂപ അത് കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖലയിലെ വിള ഇൻഷുറൻസ്. വിള ഇൻഷുറൻസിന് 3600 കോടിയാണ് കുറച്ചത്. ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിനകത്ത് വന്ന കാര്യം ഞാൻ പറയുന്നത്. ഈ ഗ്രോത്ത് എവിടുന്ന പിന്നെ വരിക എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. പിന്നീട് ഇതേപോലെ തന്നെ മറ്റ് ഈ കാര്യങ്ങളിൽ കാർഷിക മേഖലയിൽ 2-3 മേഖലയിൽ മഖാന എന്താന്നിപ്പം നമ്മുടെ ആളുകൾ നോക്കി, അത് താമരയുടെ അരിയാണെന്നാണ്, താമര സീഡ്സ് ആണ്. അപ്പൊ അത് നല്ലതാണ്, അങ്ങനെ നല്ല കാര്യമാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾക്ക് അവിടെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അത് പൊളിറ്റിക്കലാണ്. എന്തായാലും മഖാന സീഡ്സ് ഒക്കെ നല്ല കാര്യമാണ്, കൃഷിക്കാരുടെ കാര്യമാണ്. പക്ഷേ ബീഹാറിലടക്കമുള്ള കൃഷിക്കാരുടെ ഏറ്റവും വലിയ സമരം നടന്നെന്താ? കാർഷിക സമരം. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോരാ, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചാൽ പോരാ, ഇതിന് വില കിട്ടണം. കൃഷി സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല, ന്യായവില ഉറപ്പാവുന്നില്ല. ഇപ്പോഴും ന്യായവില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമും ഇത് വന്നിട്ടില്ല. ഡൽഹിയിലും ഹരിയാനയിലൊക്കെ കൃഷിക്കാരുടെ സമരം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തിനകത്തില്ല. അതിനൊപ്പം ഞാൻ പറഞ്ഞു, യൂറിയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പുതിയ യൂറിയ ഫാക്ടറി തുടങ്ങുന്നുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റിൽ. പക്ഷെ യൂറിയയുടെ സബ്സിഡി എല്ലാം വെട്ടിക്കുറച്ച് കാർഷിക മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പിന്നീട് ഇതുപോലെ ഓരോ മേഖല എടുത്താലും പൊതുവിൽ ബഡ്ജറ്റിനകത്ത് കൂടുതൽ നിക്ഷേപം വരുന്ന തരത്തിലെ കാര്യങ്ങളില്ല. അപകടകരമായ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിനകത്ത് 100% FDI അനുവദിച്ചു. അതെങ്ങനെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല, അതെങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമൊക്കെ കണ്ടറിയേണ്ടതാണ്. പിന്നീട് കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് ഒരു ഗ്രോത്ത് ഇഞ്ചൻ അഗ്രികൾച്ചർ ആണെങ്കിൽ മറ്റൊരു ഗ്രോത്ത് ഇഞ്ചൻ പറഞ്ഞേക്കുന്നത് എക്സ്പോർട്ടാണ്. പക്ഷെ കയറ്റുമതി കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ കറണ്ട് വർഷം 1.6% വർദ്ധിച്ചിട്ടുള്ളൂ. ഇറക്കുമതി 5.2% വർദ്ധിക്കുകയും ചെയ്തു. കയറ്റുമതി വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ഓരോ മേഖല എടുത്താലും അത് കാണാം. പിന്നീട് മറ്റൊന്ന് ഇൻകം ടാക്സ് ആണ്. എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ. 12 ലക്ഷം അല്ല, അതിൽ താഴെ 5 ലക്ഷം കിട്ടാത്തവർക്ക് സന്തോഷമാണ്. കാരണം 12 ലക്ഷം കിട്ടുമ്പോൾ നമുക്ക് കുറച്ച്. സംസ്ഥാന ധനമന്ത്രിയാണ് കേന്ദ്ര ബജറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. കേരളത്തിന് പതിവ് പോലെ അവഗണന എന്നതാണ് മന്ത്രി ഉന്നയിക്കുന്ന വാദം. കേരളത്തിന്റെ സാഹചര്യങ്ങളെ പരാമർശിച്ചിട്ടില്ല. ഒപ്പം തന്നെ കാർഷിക മേഖലയെക്കുറിച്ചൊന്നും കാര്യമായ പരാമർശമില്ലാത്ത ബജറ്റ് എന്നതാണ്.